പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് കൃഷി സമൃദ്ധി പദ്ധതി ശില്പശാല നടത്തി. കേരള കൃഷി വകുപ്പ് സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുത്ത ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രം നടപ്പിലാക്കുന്ന കൃഷി സമൃദ്ധി പദ്ധതിയുമായി ബന്ധപ്പെട്ട സെമിനാറും ശില്പശാലയും ശ്രീ വൃന്ദാവനം വേണുഗോപാല ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിത ഭക്ഷണം, ഭക്ഷ്യ സ്വയം പര്യാപ്തത, കർഷകരുടെ വരുമാന വർധനവ് എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് ഉൽപാദന വിള നിർണയ വിപണന രേഖ തയ്യാറാക്കി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ കാർഷിക മേഖലയിൽ സമഗ്രമായ രീതിയിൽ പദ്ധതികൾ സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്നതിനാവശ്യമായ ഏകോപന സാധ്യതയെക്കുറിച്ച് ശില്പശാലയിൽ വകുപ്പുതല അവതരണം നടന്നു. ശില്പശാലയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് റാഹേൽ അധ്യക്ഷത വഹിച്ചു. ആത്മ പ്രോജക്ട് ഡയറക്ടർ ഗിരിജ മുഖ്യപ്രഭാഷണം നടത്തി. ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ സുസ്മിത എൽ പദ്ധതി വിശദീകരണവും, പത്തനംതിട്ട കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ രശ്മി CR വകുപ്പുകളുടെ സംയോജന സാധ്യതകൾ കൃഷി സമൃദ്ധിയിൽ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ചും വിശദീകരിച്ചു. റിട്ടയർഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഷിബു കുമാറിന്റെ നേതൃത്വത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിയെക്കുറിച്ച് വിശദമായ ക്ലാസുകൾ നടന്നു. കൃഷി ഓഫീസർ ലാലി സി കൃഷി സമൃദ്ധി പദ്ധതിയുടെ പഞ്ചായത്ത് തൽസ്ഥിതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ വകുപ്പ് മേധാവികൾ പദ്ധതിയുടെ സംയോജന സാധ്യതകളെക്കുറിച്ച് വിശദമായ അവതരണം നടത്തുകയും ചെയ്തു. ശില്പശാലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ VM മധു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ VP വിദ്യാധര പണിക്കർ, പ്രിയ ജ്യോതികുമാർ, NK ശ്രീകുമാർ, ബ്ലോക്ക് മെമ്പർ സന്തോഷ് കുമാർ, വാർഡ് മെമ്പർമാരായ ശരത് കുമാർ, അംബിക ദേവരാജൻ, VP ജയദേവി, ശ്രീവിദ്യ, പൊന്നമ്മ വർഗീസ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CS കൃഷ്ണകുമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ രാജി പ്രസാദ്, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, കേര സമിതി, പാടശേഖര സമിതി, പച്ചക്കറി ക്ലസ്റ്ററുകൾ, ഹരിത സംഘങ്ങൾ എന്നിവയുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പന്തളം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കവിത S ശില്പശാലയിൽ വകുപ്പ് തല വിഷയാവതരണ ക്രോഡീകരണം നടത്തി. യോഗത്തിന് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പോൾ P ജോർജ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പന്തളം.